ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഒരു കാരണവശാലും ഇടത് സൈഡിലേക്ക് ഒരുപാട് ചേരാൻ പാടില്ല, വലത് സൈഡിലേക്ക് ചേരാൻ പാടില്ല. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എച്ച് എടുക്കുമ്പോഴുള്ള മെയിൻ പ്രോബ്ലമാണ് വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് എച്ച് എങ്ങനെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എടുക്കാമെന്നുള്ളതാണ്. കാരണം ഒരുപാട് പേർക്ക് എച്ച് എടുക്കുന്ന സമയത്ത് പേടിയാണ്. കാരണം ഇത് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ഐഡിയ പലർക്കും തന്നെയില്ല. എന്നാൽ സിമ്പിളായിട്ട് നിങ്ങൾ 1-2 ടെക്നിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ എച്ച് ഏതൊരാൾക്ക് സിമ്പിളായിട്ട് എടുക്കാം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അത് നിങ്ങളെ കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഇനി എച്ച് എടുക്കുന്ന ഒരു ഐഡിയ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. അതായത് നമ്മുടെ വാഹനം ഈ ട്രാക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഫസ്റ്റ് ട്രാക്ക് നമ്മൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നേരെ മുന്നിലേക്ക് പോയി കംപ്ലീറ്റ് ചെയ്ത് അതിന് പുറത്തിറങ്ങുന്നു. എന്നിട്ട് അവിടുന്ന് വാഹനം റിവേഴ്സ് എടുത്ത് ഇതുകൊണ്ട് ഈ സെൻട്രൽ ട്രാക്കിലേക്ക്, നടുക്കത്തെ ഈ ട്രാക്കിലേക്ക് വരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇട കുറവുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് തിരിക്കണം. എന്നിട്ട് ഇവിടുന്ന് വാഹനം നേരെ ഈ ഭാഗത്ത് വന്നിട്ട് നേരെ ബാക്ക് സൈഡ് ഇറങ്ങി ആ ഒരു സൈഡിലേക്ക് നമ്മുടെ വണ്ടി പോവുകയാണ് ചെയ്യുന്നത്. ഇനി അവിടുന്ന് ബാക്ക് ഇറങ്ങി അവിടെ ചെന്നതിന് ശേഷം നേരെ വാഹനം അവിടെ എടുത്ത് ഈ ട്രാക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ അവിടുന്ന് റിവേഴ്സ് എടുത്ത് നമ്മൾ നിൽക്കുന്ന ഈ ചെറിയ ട്രാക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിലേക്ക് വരുന്നു. ഇതിൻ്റെ ഇടയിലേക്ക് വന്ന് വാഹനം ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് നമ്മൾ എവിടെയാണോ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് ആ പൊസിഷനിൽ 2 കമ്പികൾക്കും പുറത്തായിട്ട് ഇറക്കി നമ്മുടെ വാഹനം നിർത്തുന്നു. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എച്ച് എടുക്കുമ്പോഴുള്ള മെയിൻ പ്രോബ്ലമാണ് വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നം. അപ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള ട്രിക്ക് എന്താണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു വിഷ്വൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എച്ച് എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് തെറ്റാതെ എടുക്കാനായിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വാഹനം ഈ ട്രാക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. നമ്മുടെ വണ്ടി എപ്പോഴും ട്രാക്കിൻ്റെ പുറത്തായിരിക്കും, പൂർണ്ണമായിട്ട് പുറത്തിറങ്ങിയായിരിക്കും നമ്മുടെ വാഹനം നിൽക്കുന്നത്. അതായത് ഈ കമ്പികളുടെ പുറത്തായിരിക്കും നമ്മുടെ വാഹനം നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വാഹനത്തിൽ കയറുക, സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടതിന് ശേഷം മിററെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ബ്രേക്കിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക, വണ്ടിയുടെ താക്കോൽ നമ്മൾ ഓൺ ചെയ്യുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കൊടുക്കണം. അതായത് ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പം ഒരാൾ എച്ച് എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ വണ്ടിയിൽ കയറുന്നത്. ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗിയർ ന്യൂട്രലായിരിക്കാം, ഒപ്പം തന്നെ ഹാൻഡ് ബ്രേക്കും വലിച്ചിട്ട് വാഹനം കിടക്കുമായിരിക്കും. അപ്പോൾ അത് സാഹചര്യം ഏതായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയർ ഇടുക. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് വണ്ടിയുടെ ഗിയർ ന്യൂട്രലാക്കിയിട്ട് ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ കൈ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചേർക്കാനായിട്ട്, അതായത് ലിവർ ചേർക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. ഇതിനെ പാം മെത്തേഡിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ന്യൂട്രൽ പൊസിഷനിൽ ഇങ്ങനെ ചേർക്കുന്നു, എന്നിട്ട് മുകളിലേക്ക് ഇടുക. അപ്പോൾ ഫസ്റ്റ് ഗിയർ നിങ്ങൾക്ക് തെറ്റാതിടാനായിട്ട് കഴിയും. ഇനി നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഗിയർ ഇടുന്നതെങ്കിലും ഗിയർ ലിവർ ന്യൂട്രലാക്കിയിട്ട് ലെഫ്റ്റ് ചേർക്കുക, നേരെ മുകളിലേക്ക് ഇടുക. ഫസ്റ്റ് ഗിയർ തെറ്റാതെ കറക്റ്റായിട്ട് ഇടുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് റിലീസ് ചെയ്ത് കൊടുത്തിരിക്കണം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് ചെയ്യുക. അപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒന്ന് മേളിലേക്കൊന്ന് വലിക്കുമ്പോൾ ഈ ലോക്ക് അഴിയുന്ന സമയത്ത് ഈ ലോക്ക് ബട്ടണെ ഞെക്കി പിടിച്ചുകൊണ്ട് പതിയെ താഴോട്ട് താഴ്ത്തുക. ഹാൻഡ് ബ്രേക്കും ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ട്രാക്കിൻ്റെ സെൻറ്ററായിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഈ ഫസ്റ്റ് ട്രാക്കിൻ്റെ ഒരു കാരണവശാലും ഇടത് സൈഡിലേക്ക് ഒരുപാട് ചേരാൻ പാടില്ല, വലത് സൈഡിലേക്ക് ചേരാൻ പാടില്ല. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എച്ച് എടുക്കുന്ന സമയത്ത് വണ്ടി ഏതെങ്കിലും കമ്പിയിൽ പോയി തട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കാല് ബ്രേക്കിലുണ്ട്, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ പതിയെ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു. കാരണം നമ്മളിനി എച്ച് എടുക്കുന്നത് ഒരു ഗ്രൗണ്ട് ഏരിയയിലാണ്, നിരപ്പായിട്ടുള്ള പ്രതലമായതുകൊണ്ട് ബ്രേക്കിൽ നമുക്ക് ധൈര്യമായിട്ട്
നേരെ കാലെടുക്കാം. എന്നിട്ട് ആക്സിലറേറ്റർ പെടലേ വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇതുണ്ട്, ക്ലച്ച് റിലീസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് വന്നതിന് ശേഷം നിങ്ങൾ ഈ ഉപ്പൂറ്റി മെല്ലെ കാലിൻ്റെ എൻഡ് ഈ ഫ്ലോറിലേക്ക് ഒന്ന് മെല്ലെ ഒന്ന് വെക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ, അതായത് റൺ ചെയ്യാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് വന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യുക. ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യുക. ക്ലച്ചെ തന്നെ നീങ്ങേണ്ടതാണ്. ഇനി ഇൻ കേസ് നീങ്ങുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കാവുള്ളൂ. എന്നിട്ട് സ്റ്റിയറിങ്ങിൻ്റെ ഇതുകൊണ്ട് ഈ സെൻറ്റർ പോയിന്റ് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഈ രണ്ട് ട്രാക്കിൻ്റെ രണ്ട് കമ്പികളുടെയും നടുവിലൂടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഈ രണ്ട് കമ്പികൾക്കും പുറത്തിറങ്ങുക. ഇപ്പോൾ വണ്ടിക്ക് വേഗത കൂടുന്നുണ്ടെങ്കിൽ മെല്ലെ ബ്രേക്കിലേക്ക് ഒന്ന് വന്നാൽ മതി. എന്നിട്ട് ഈ കമ്പികളുടെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുക. ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് രണ്ടാമത് ബ്രേക്കിലേക്ക് വരിക. അപ്പം നിങ്ങൾക്ക് വാഹനത്തിൻ്റെ എൻജിൻ ഓഫ് ആകാതെ നിങ്ങൾക്ക് വണ്ടിയെ നിർത്താനായിട്ട് കഴിയും. നമ്മൾ ഇവിടെ നിന്ന് ഇനി റിവേഴ്സ് ഇറങ്ങാണ്. റിവേഴ്സ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു പോലും നോക്കാതെ നമുക്ക് പ്രോപ്പറായിട്ട് എച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക, റൈറ്റ് ചേർക്കുക, എന്നിട്ട് നേരെ താഴോട്ടിട്ട് റിവേഴ്സ് ഗിയർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇടാനായിട്ട് കഴിയും. ഇതിന് ശേഷം ഓൾറെഡി നമ്മൾ സ്റ്റിയറിംഗ് നേരെ പിടിച്ചാണ് കയറി വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ വണ്ടി മറ്റൊരു സൈഡിലേക്ക് പോകത്തില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു, എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് ഇതുകൊണ്ട് ആ റണ്ണിങ് ഹാഫ് ക്ലച്ച് പോയിന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് ഇതുകൊണ്ട് ബ്രേക്ക് ഒന്ന് പതിയെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ക്ലച്ചെ തന്നെ നീങ്ങിക്കോളും. വാഹനം നേരെ വരുന്നു. എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ കമ്പി കൊണ്ടോ ഈ കമ്പി, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കമ്പി കൊണ്ടോ ഈ കമ്പിയോട് നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിറർ ലെഫ്റ്റ് സൈഡിലെ മിറർ ഏകദേശം ഒരേ ലെവല് വരുന്ന സമയത്ത് നിങ്ങൾ പതിയെ ബ്രേക്ക് വെച്ച് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുക. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ഈ കമ്പി ജസ്റ്റ് ഈ മിറർ ഒന്ന് പാസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതുകൊണ്ടോ ഞാനിത് പതിയെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തു, എന്നാൽ ഏകദേശം ആ കമ്പിയുടെ അടുത്താണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാനേ പാടുള്ളൂ, ഒത്തിരി ബൈക്കിലേക്ക് പോകാൻ പാടില്ല. ആ കമ്പിയുടെ ഏകദേശം ലെവല് ഒന്ന് പാസ് ചെയ്യുന്ന സമയത്ത് വണ്ടി നിങ്ങൾ മെല്ലെ സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തതിന് ശേഷം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. നിങ്ങൾ നോക്കുക, പൂർണ്ണമായിട്ട് ഞാൻ സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ റൈറ്റ് സൈഡ് മിറർ നോക്കുക. ഇനി നമ്മുടെ വാഹനം പോകുന്നതെന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കാണ് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിനി ഫസ്റ്റ് റൈറ്റിലേക്ക് പോകണം. ആ ട്രാക്കിലേക്ക് ഇറങ്ങാനായിട്ട് റൈറ്റ് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് പതിയെ നമ്മൾ റിലീസ് ചെയ്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വരുവാണ്. അപ്പോൾ ഇതുകൊണ്ടോ ഈ ബാക്ക് സൈഡിലുള്ള കമ്പിയെ നമ്മുടെ വാഹനം തട്ടാതെ കൊണ്ട് തിരിഞ്ഞു പോലും നോക്കട്ടെ, തട്ടാതെ നമ്മുടെ വാഹനം ഇങ്ങനെ വരും. ഇങ്ങനെ വന്നതുകൊണ്ട് ഈ സെൻറ്റർ ട്രാക്കിലേക്ക് നമ്മുടെ വണ്ടി വരുമ്പോൾ വണ്ടി നേരെയാകുന്ന പൊസിഷൻ ഇങ്ങനെ നോക്കുക. ഇതുകൊണ്ടോ വണ്ടി ഇപ്പോൾ കണ്ട് ഈ ട്രാക്കിൽ നേരെയാകുന്ന പൊസിഷൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ നിർത്തി എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാകാനായിട്ടാണ് നിർത്തി എടുത്ത് കാണിക്കുന്നത്. ഇത് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, റണ്ണിങ്ങിൽ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഞാനിത് തീർന്നിട്ട് റണ്ണിങ്ങിലും കൂടെ എടുക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചത്. ഇതുകൊണ്ട് ഇവിടെ വന്ന് വണ്ടി ഞാൻ നേരെയാക്കിയതിന് ശേഷം അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് വണ്ടി ഓൾറെഡി നേരെ വന്നു, ഇനി നമ്മൾ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം. സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് ഇതുണ്ടോ നമ്മൾ ഇടത് സൈഡിലേക്ക് ഒരു അര റൗണ്ട് സ്റ്റിയറിംഗ് പിടിക്കുക. അതായത് നമ്മളിപ്പം വലത് സൈഡിലേക്ക് ഫുള്ള് പിടിച്ചേക്കുന്നതാണല്ലോ, ഇവിടുന്ന് ഒരു അര റൗണ്ട് പിടിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഇതുകൊണ്ട് ഏകദേശം നേരെ വരുന്ന ലെവലിൽ വരുന്നു. വീണ്ടും ഇവിടുന്ന് ഒരു റൗണ്ടും കൂടെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായി. ഇനി വീണ്ടും നിങ്ങൾ നോക്കേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കമ്പിയും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കമ്പിയും ജസ്റ്റ് നിങ്ങൾ നോക്കുക. എന്നിട്ട് അത് നമ്മളുടെ മിറർ പാസ് ആകുന്നത് മാത്രം നോക്കുക. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് പതിയെ ഞാൻ അയക്കുകയാണ്. ജസ്റ്റ് മിറർ ആ ഒരു ഏരിയ ഒന്ന് പാസ്സായി. ഇതുകൊണ്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് ഓടിച്ചു കൊടുത്തു. കാരണം ഇനി നമ്മുടെ വണ്ടിയുടെ ബൈക്ക് പോകേണ്ടത് ഇടത് സൈഡിലേക്കാണ്. അപ്പം ഇടതാണ് ബൈക്ക് പോകേണ്ടതെങ്കിൽ ഇടത് തിരിക്കുക, വലതാണ് ബൈക്ക് പോകേണ്ടതെങ്കിൽ വലത് തിരിക്കുക, എത്രേ ഉള്ളൂ. ഇനി നമുക്ക് തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ വണ്ടിയുടെ ഇനി ലെഫ്റ്റ് സൈഡിലെ കമ്പിയിലേക്ക് ചേരുന്നുണ്ടോ എന്നറിയാൻ ജസ്റ്റ് ലെഫ്റ്റ് മിറർ നോക്കുക, റൈറ്റ് സൈഡ് നോക്കുക. എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ പതിയെ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്ത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ ഒരു സൈഡിലേക്കും നമ്മൾ തിരിഞ്ഞു പോലും നോക്കണ്ട, നമുക്ക് പ്രോപ്പറായിട്ട് ഇതുകൊണ്ടോ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് ഈ ട്രാക്കിലേക്ക് വരുമ്പോൾ വണ്ടി നേരെ ആകുമല്ലോ, നേരെ ആകുന്നു തോന്നുമ്പോൾ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പതിയെ സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. ഇനി നേരെയാകുന്ന പൊസിഷൻ നമുക്ക് മനസ്സിലാകാനായിട്ട് മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത്, നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കമ്പി ഉണ്ടല്ലോ,
അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കമ്പി ഉണ്ടല്ലോ, അതും കൂടെ വെച്ച് നിങ്ങൾ നോക്കുക, ഈ മിററൊക്കെ വെച്ച് ഏകദേശം നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ ഇടത് പിടിച്ച സ്റ്റിയറിങ്ങിനെ നമ്മൾ വീണ്ടും ഒരു അര റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു, അതായത് ഇടതുനിന്ന് വലത് സൈഡിലേക്ക് അര റൗണ്ട് പിടിക്കുന്നു, വീണ്ടും ഒരു റൗണ്ടും കൂടെ പിടിക്കുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ സ്റ്റിയറിംഗ് നേരെ, എന്നിട്ട് മെല്ലെ ക്ലച്ച് അയച്ച് പതിയെ നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുണ്ട് സ്റ്റിയറിംഗ് നേരെയാണ്, നമ്മുടെ വണ്ടി കറക്റ്റ് ഇതുണ്ട് സെൻറ്റർ ആയിട്ടാണ് റിവേഴ്സ് ഇറങ്ങി വരുന്നത്. ഇനി ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുക. വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതിരിക്കാനായിട്ട് എപ്പോഴും ഓർത്തോണം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ആകത്തില്ല. ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നോക്കുക, ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ച് ഉപ്പൂറ്റി അവിടെ ജസ്റ്റ് വെച്ച് ക്ലച്ച് റിലീസ് ചെയ്ത് അപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ക്ലച്ചിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഹാഫ് ക്ലച്ച് മൂവ്മെൻ്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മൾ ഇതുകൊണ്ട് ചുമ്മാ ബാലൻസ് ചെയ്ത് പിടിച്ചാൽ ക്ലച്ചേ തന്നെ നമ്മുടെ വണ്ടി നീങ്ങും. എന്നിട്ട് സെൻറ്ററായിട്ട് ഇതുകൊണ്ട് സെൻറ്ററായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി പൂർണ്ണമായിട്ടും ഈ രണ്ട് കമ്പിക്കും വെളിയിൽ നമ്മുടെ വാഹനം പൂർണ്ണമായിട്ടും ഇറങ്ങി കഴിയുമ്പോൾ ക്ലച്ച് ചവിട്ടുക, ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു, സ്റ്റിയറിംഗ് ഓൾറെഡി നേരെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നേരെ ബാക്കിലേക്ക് ക്ലച്ച് അയച്ചു വരികയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടത് സൈഡിലെയും വലത് സൈഡിലെയും നമ്മൾ ആ സ്റ്റിക്ക് അല്ലെങ്കിൽ കമ്പി ഏകദേശം ഇതുകൊണ്ട് നമ്മുടെ ആ മിററിനോട് നേരെ വരുമ്പോൾ നമ്മൾ വണ്ടി പതിയെ ഒന്ന് സ്ലോ ചെയ്യുന്നു. എന്നിട്ട് ഈ കമ്പി ജസ്റ്റ് മിറർ ഒന്ന് പാസ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നു. ഇതേ ഒന്ന് ചെറിയ രീതിയിൽ ആ കമ്പിയിൽ നിന്ന് ഒന്ന് വാഹനം ബാക്കിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റിയറിംഗ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇപ്പോൾ ഇനി ഇടത് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുന്നു. ഓടിച്ചു കൊടുത്തിട്ട് ബ്രേക്ക് നമ്മൾ പതിയെ അയക്കുക, ക്ലച്ച് നയിക്കുക. ഇനി നമ്മൾ തിരിഞ്ഞു പോലും ശരിക്കും നോക്കേണ്ട ആവശ്യമില്ല, ലെഫ്റ്റ് മിറർ റൈറ്റ് മിറർ ജസ്റ്റ് നേരെ ഇരുന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇതുകൊണ്ട് ഇതുപോലെ നമ്മളിപ്പം ഈ ട്രാക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കി പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വാഹനം വന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ വണ്ടി നേരെയാണ്, ഈ ട്രാക്കിൽ വണ്ടി നേരെയാണെന്ന് നമ്മൾ ഇങ്ങനെ നേരെ നോക്കി മനസ്സിലാക്കുക. നേരെയാകുമ്പോൾ വണ്ടി നമ്മൾ പതിയെ ഒന്ന് സ്ലോ ചെയ്യുക. എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ നോക്കുക, അപ്പോൾ നമുക്ക് വണ്ടി നേരെയാണെന്ന് മനസ്സിലാവും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ഇടത് പിടിച്ച സ്റ്റിയറിങ്ങിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, നേരെയാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, വലത് സൈഡിലേക്ക് പിടിക്കുന്നു, ഒരു അര റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, പതിയെ ഹാഫ് ക്ലച്ച് പോയിന്റ് വന്ന് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആക്സലറേഷൻ കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഈ രണ്ട് കമ്പി, ഈ കമ്പിയും നമ്മുടെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെ മിറർ ജസ്റ്റ് പാസ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് നമ്മൾ ഒടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ റൈറ്റ് മിറർ ജസ്റ്റ് ചെക്ക് ചെയ്ത് ക്ലച്ച് അയച്ച് പതുക്കെ നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആ സ്പീഡ് കൂടുമെന്ന് തോന്നിയാൽ മെല്ലെ ബ്രേക്കിലേക്ക് ഒന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുണ്ടോ ക്ലച്ച് ആ റണ്ണിങ് ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്ത് ഇതുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ഇങ്ങനെ വരുന്നു. ഇനി ഈ ട്രാക്കിൽ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് വീണ്ടും നേരെയാകുന്ന ആ പോയിന്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വാഹനത്തെ ഇവിടെ നമ്മൾ സ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ റൈറ്റ് സൈഡിലെ കമ്പി നോക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ കമ്പി നോക്കുന്നു, നമ്മുടെ മിറർ ഏകദേശം സെയിം ആയിട്ട് വന്നോന്ന് നോക്കുന്നു, അല്ലെങ്കിൽ കുറച്ചൊന്ന് പാസ് ചെയ്തോന്ന് നോക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഇപ്പോൾ വലത് പിടിച്ചതിനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇടത് സൈഡിലേക്ക് പിടിക്കണം. അതിന് ഒരു അര റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുക, വീണ്ടും ഒരു റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് മെല്ലെ ബ്രേക്ക് ചെയ്യാൻ അയക്കുക, പതിയെ ഹാഫ് ക്ലച്ച് പോയിന്റ് അയച്ചു കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ വണ്ടി എടുത്ത രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഈ ട്രാക്കിൻ്റെ സെൻറ്റർ തന്നെ ഇറങ്ങി ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് ഈ കമ്പിക്ക് വെളിയിലേക്ക് വരുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. ഇനി ഞാനത് വേഗത്തിൽ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് സെൻറ്റർ പോയിന്റിൽ വന്ന് നമ്മളിതുണ്ടോ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്ത് ഇവിടെ വരുന്നു, വാഹനം ചവിട്ടി നിർത്തുന്നു, റിവേഴ്സ് ഗിയറിലേക്ക് നമ്മൾ ചേർത്ത് ഇടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുണ്ട് രണ്ട് സൈഡിലെയും കമ്പി ഏകദേശം അടയാളം വെച്ച് നമ്മൾ നേരെ ബാക്കിലേക്ക് വരുന്നു. ഇത് ആ കമ്പി ഏകദേശം കവർ ചെയ്തപ്പം ഫുൾ ഒടിച്ചു പിടിക്കുന്നു. അതിനുശേഷം നമ്മുടെ വണ്ടി ഇതുണ്ടോ ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നു. സെൻറ്ററിലേക്ക് എത്തിയതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്ത് ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്ത് വരുന്നു. ഈ ട്രാക്കിൻ്റെ കറക്റ്റ് ഇതുണ്ട് ഈ കമ്പി ഏകദേശം ലെവൽ വന്നപ്പോൾ സ്റ്റിയറിംഗ് നേരെയാക്കി അതിനുശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത് നമ്മളിതുണ്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് അതുകൊണ്ട് പുറകിലേക്ക് എങ്ങും തിരിഞ്ഞു നോക്കണ്ട, നമുക്ക് രണ്ട് ലെഫ്റ്റും റൈറ്റും മിറർ മാത്രം ചെക്ക് ചെയ്ത് നമ്മളിവിടെ വരുന്നു. ഇവിടെയും വണ്ടി നേരെയാകുമ്പോൾ സ്റ്റിയറിംഗ് ഒന്ന് നമ്മൾ നേരെയാക്കി കൊടുക്കുന്നു. നേരെ വണ്ടി ബാക്കിലേക്ക് വന്ന് പൂർണ്ണമായിട്ട് ഈ കമ്പികൾക്ക് പുറത്ത് വാഹനം ഇറങ്ങുന്നു. ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുന്നു. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് നമ്മൾ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മളിതുണ്ടോ നമ്മൾ വാഹനത്തെ ഇങ്ങോട്ട് നീക്കി. ഇപ്പം ഞാൻ ഇത്തിരി ആക്സലറേഷൻ കൊടുക്കുന്നുണ്ട്, ശകല സ്പീഡിൽ എടുക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഇത് വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുന്നു. റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ലെഫ്റ്റും റൈറ്റും മിററും നമ്മൾ ജസ്റ്റ് നോക്കി ആ
കമ്പി നമ്മൾ ഏകദേശം അടുത്ത് വരുന്ന അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പാസ്സായി കഴിയുമ്പോൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് നമ്മൾ ഇടത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് മിറർ ചെക്ക് ചെയ്ത് നമ്മളിതുകൊണ്ട് സെൻറ്റർ ട്രാക്കിലേക്ക് നമ്മുടെ വാഹനം വരുന്നു. ഓക്കെ, സെൻറ്റർ ട്രാക്കിൽ വരുന്നു. വണ്ടി ഇവിടെ നേരെയാണെന്ന് തോന്നുമ്പോൾ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ നേരെയാക്കി കൊടുത്ത് ഈ 2 കമ്പികൾ കവർ ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത് ഇതുകൊണ്ട് റൈറ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്ത് നമ്മളിതുകൊണ്ടോ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് റണ്ണിങ് നിലനിർത്തി ഇവിടെ വരുന്നു. ഇവിടെയും വണ്ടി നേരെയാകുമ്പോൾ സ്റ്റിയറിംഗ് നമ്മൾ പെട്ടെന്ന് നേരെയാക്കി കൊടുക്കുന്നു, നേരെ ബാക്കിലേക്ക് ഇറങ്ങുന്നു. കണ്ടോ, നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എച്ചെടുക്കാം. കറക്റ്റ് ഈ എന്നാ പറയുന്നത് ട്രാക്കിൻ്റെ സെൻറ്ററായിട്ട് നിങ്ങളുടെ വാഹനം കിട്ടുകയും ചെയ്യും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് എടുക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് എച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം എല്ലാ ടെക്നിക്കുകളും വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വണ്ടി നിങ്ങളിവിടെ നിർത്തി ഇറങ്ങുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള പ്രതലമായതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. ഹാൻഡ് ബ്രേക്ക് വലിച്ച് വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യുക. വണ്ടിയുടെ എൻജിൻ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നു. അതിനുശേഷം ബ്രേക്കും കൂടെ റിലീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഊരുക, പതിയെ വാഹനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക.